കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ കയറി പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്കോ കോഴിക്കോടിലേക്കോ യാത്ര ചെയ്യുന്നവർ ട്രെയിനിലിരുന്ന് മുഷിയും. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് എത്താൻ 2 മണിക്കൂറോളം വേണം. 7:55 മംഗലാപുരം പാസഞ്ചർ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുക. 8 കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസും യാത്ര ആരംഭിക്കും. 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരു ട്രെയിനുകളും 9:15 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. കോഴിക്കോട് ഭാഗത്തേക്ക് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ എല്ലാവരും മംഗലാപുരം പാസഞ്ചറിനെയാണ് ആശ്രയിക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ളവർ ശബരിയെയും ആശ്രയിക്കും. പാലക്കാട് നിന്ന് ആദ്യം എടുക്കുന്ന മംഗലാപുരം പാസഞ്ചർ പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസിന് വഴി കൊടുക്കും. മിക്ക ദിവസങ്ങളിലും മണിക്കൂറുകളോളം ഇവിടങ്ങളിൽ ട്രെയിൻ പിടിച്ചിടാറുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. ചില ദിവസങ്ങളിൽ ആലപ്പുഴ എക്സ്പ്രസും കടന്നുപോയി കഴിഞ്ഞിട്ടേ ട്രെയിൻ യാത്ര ആരംഭിക്കാറുള്ളൂ. പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് ബസ് മാർഗം 1 മണിക്കൂറിൽ എത്തുന്നത് ട്രെയിനിൽ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുരിതമാണ് യാത്രക്കാർക്ക്. നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട പോലും ഇല്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. രാവിലെ 10 ഒറ്റപ്പാലത്തും 10:25 ഷൊർണൂരും എത്തേണ്ട ട്രെയിൻ 11:30 കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ എത്താറുള്ളൂ. ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗലാപുരം കോഴിക്കോട് ഭാഗത്തേക്കുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാമെന്ന ലക്ഷ്യത്തോടെയാണ് മംഗലാപുരം പാസഞ്ചറിൽ കയറുന്നത്. എന്നാൽ ട്രെയിൻ പിടിച്ചിരുന്നതോടെ ഇവർക്ക് മറ്റ് ട്രെയിനുകളും പലപ്പോഴും കിട്ടാറില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിന് മങ്കരയിലും പാലപ്പുറത്തും സ്റ്റോപ്പുകൾ ഒഴിവാക്കിയെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ടിക്കറ്റ് നിരക്ക് കുറവായതിനാൽ മംഗലാപുരം പാസഞ്ചറിനെ നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി ആശ്രയിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.